അവര് ആസ് ലോങ് ആസ് ഞങ്ങൾ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സകലത്തെയും സൃഷ്ടിക്കുന്ന ദൈവത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ ദൈവത്തെ അവർക്ക് മനസ്സിലായത് വ്യത്യസ്തമായ രീതിയിലാണ്. അവിടെയാണ് നമ്മൾ ചർച്ച അല്ലെങ്കിൽ സംവാദം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള സംവാദമാണ് ആശയ സംവാദം. അപ്പൊ അവിടെ പിന്നെ നമുക്ക് പരിശോധിക്കാമല്ലോ, മൂശയ്ക്ക് എങ്ങനെയാണ് വെളിപ്പെട്ടത് ദൈവം? മൂശയ്ക്ക് വെളിപ്പെട്ട ദൈവം, മുഹമ്മദിന് വെളിപ്പെട്ട ദൈവം, അല്ലെ മുഹമ്മദ് അവതരിപ്പിച്ച ദൈവം. അപ്പൊ മോശ അവതരിപ്പിച്ച ദൈവം, മുഹമ്മദ് അവതരിപ്പിച്ച ദൈവം, യേശു കർത്താവ് അവതരിപ്പിച്ച അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയ ദൈവം. അവിടെയാണ് നമ്മൾ ഈ 3 സ്ട്രീമുകൾ ഉണ്ടാകുന്നത്. ഈ 3 സ്ട്രീമുകളും ഒരു ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്, അല്ലാതെ അവർ പല ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. അവർ വ്യത്യസ്ത രീതിയിൽ ഗ്രഹിച്ചു. പക്ഷെ അത് നവീന ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ഈ ആധുനിക കാലത്ത് വന്ന ക്രിസ്ത്യൻ കൾട്ട് ഗ്രൂപ്പുകളിൽപ്പെട്ടവർക്ക് അത് ഉൾക്കൊള്ളുവാനോ അത് ഗ്രഹിക്കുവാനോ അത് മനസ്സിലാക്കുവാനോ കഴിയത്തില്ല. അങ്ങനത്തെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ സെബാസ്റ്റ്യൻ. അതുകൊണ്ട് അവരെപ്പോഴും കലഹങ്ങൾ ഇങ്ങനെ കലാപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പം ഈ പെന്തക്കോസ്തുകാരുടെ ഇതിനകത്ത് വഴിയരികിൽ നിന്നിട്ട് അവര് പാട്ടുപാടുകയാണ്, പരസ്യയോഗങ്ങൾ നടത്തുക. എന്താണ്? വാനത്തിൻ കീഴേ ഭൂമി മീതേ വനവനേശുവിൻ നാമമെന്യേ രക്ഷിക്കായി വേറെ നാമമില്ല. ഈ സെബാസ്റ്റ്യൻ പാടുന്ന പാട്ടാണ്. അപ്പൊ സെബാസ്റ്റ്യൻ, നീ അത് പാടുന്ന സമയത്ത് നീ ഇന്നലെ പറയുന്ന കേട്ടല്ലോ, മുസ്ലിങ്ങൾ വാങ്ക് വിളിക്കുമ്പം ശിവനെ കളിയാക്കാണ്, കൃഷ്ണനെ കളിയാക്കാണ്. അപ്പൊ നിന്റെ ഈ പാട്ട് പാടുമ്പോൾ നീ ശിവനെ കളിയാക്കല്ലേ? നീ ഈ പാട്ട് പാടുമ്പോൾ അതിന് പരോക്ഷമായിട്ട് നീ പറയല്ലേ ശിവനെ രക്ഷിക്കാൻ കഴിയില്ല, അങ്ങനെയല്ലേ? നിനക്കൊന്നും ഇത് പറയാനുള്ള യാതൊരു അർഹതയില്ല. എന്നാൽ ഒരിക്കൽ പോലും ഒരു എക്സ്ക്ലൂസീവിസവും ഉരുവിടാത്ത സഭയാണ് ഓർത്തഡോക്സ് സഭ, അതിന്റെ ലിറ്റർജി. ഈ ഓർത്തഡോക്സുകാർ നാളിതുവരെയും വഴിയിൽ ഇറങ്ങിയിട്ട് നിങ്ങളുടെ ദൈവത്തിന് രക്ഷിക്കാൻ കഴിയില്ലെന്നോ ഞങ്ങളുടെ ദൈവം മാത്രമാണ് ദൈവമെന്നോ അവകാശപ്പെട്ടിട്ടില്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന, എംപ്രൈസ് ചെയ്യുന്ന, ഉൾക്കൊള്ളുന്ന, സഹിഷ്ണുതയും സാഹോദര്യവും സഹവർത്തിത്വവും പുലർത്തുന്ന യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയാണ്. ലോകത്തിന് വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടൊരിക്കലും മുസ്ലിങ്ങളെ അങ്ങനെ മുറിവേൽപ്പിക്കുവാനോ അവരെ പരിഹസിക്കുവാനോ അപഹസിക്കുവാനോ ആക്ഷേപിക്കുവാനോ അല്ല. നമ്മുടെ വേലി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേലി കെട്ടിവെക്കുക, അത് ഉറപ്പുവരുത്തുക. അതാണ് നമ്മുടെ ധർമ്മം, അതാണ് നമ്മുടെ കടപ്പാട്. അതിലാണ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്. അല്ലാതെ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ട് കലഹമുണ്ടാക്കുക, മറ്റൊരുത്തന്റെ മതത്തെ അവഹേളിക്കുക, ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല. അതുകൊണ്ടൊരു പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഒന്നും നേടാൻ പോകുന്നില്ല. അവസാനം ഇതിന്റെ ബാക്കി ഓർത്ത് ഇവനെന്താ നഷ്ടപ്പെടാനുള്ളത്? പെന്തക്കോസ്തുകാരൻ എന്താണ് കേരളത്തിൽ നഷ്ടപ്പെടാനുള്ളത്? കാലെ പെരയായിട്ട് നടക്കുന്നത്. അവൻ വന്നിട്ട് ഇവിടെ വന്നിച്ച് ചുമ്മാ അതൊന്നും പറയും. ആൾക്കൂട്ടത്തിൽ ഓടി പറഞ്ഞാൽ പോലും അവനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെയല്ല ഇവിടെ കേരളത്തിലെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ. മൂടും ചോടും വേരും പാരമ്പര്യമുള്ള ക്രൈസ്തവന് പലതും നഷ്ടപ്പെടാനുണ്ട്. അവന് ബോധ്യങ്ങളുണ്ട്. ബോധ്യങ്ങളൊന്നും ഒന്നും 10-15 കൊല്ലത്തല്ല, നൂറ്റാണ്ടുകളുടെ ബോധ്യങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ട്. അവന് പ്രാർത്ഥനകളിൽ അല്ലാഹു ഉണ്ട്. അറബി ക്രൈസ്തവർ പ്രാർത്ഥിക്കുമ്പം അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ വേറൊരു ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തെ അവർ തിരിച്ചറിഞ്ഞ വ്യത്യാസം. ഇപ്പൊ നിങ്ങൾ പറയാണ് മുസ്ലിങ്ങളുടെ ദൈവം കൊല്ലാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ദൈവം കൊല്ലാൻ പറഞ്ഞിട്ടില്ലേ പഴയ നിയമത്തില്? അമാലോകരും ഒക്കെ കൊല്ലാൻ എത്ര ക്രൂരമായിട്ടാണ് പറഞ്ഞു. അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നു കളയാനും ഗർഭിണികളെ വയറ് വളർന്നു കളയാനും ഒക്കെ പറഞ്ഞിരിക്കും. ആ പുസ്തകം കൈപിടിച്ചോണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? പെന്തക്കോസ്തുകാരുടെ ഉപവാസ പ്രാർത്ഥന. ഞാൻ 10-25 വർഷം പെന്തക്കോസ്റ്റിനുണ്ടായിരുന്നു. പെന്തക്കോസ്തുകാരുടെ ഉപവാസ പ്രാർത്ഥന ഏറ്റവും പ്രധാന ചേരുവ എന്ന് പറഞ്ഞാൽ ഓണത്തിന് പായസം പോലെ പെന്തക്കോസ്തുകാരുടെ ഉപവാസത്തിന് അത്യാവശ്യം വേണ്ടി ഒരു പ്രസംഗമാണ് രാജാക്കന്മാരുടെ പുസ്തകം 17 എന്നൊക്കെ ഈ ഏലിയാവിന്റെ വീരകൃത്യങ്ങൾ. അപ്പൊ ഏലിയാവ് അതിനകത്ത് കർമ്മേലിന്റെ മലമുകളിൽ ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിക്കൊല്ലുക, പിന്തുടർന്ന് കൊല്ലുകയാണ് ദൈവത്തിന്റെ നാമത്തിൽ. അപ്പൊ ദൈവത്തിന്റെ നാമത്തിൽ കൊലപാതകങ്ങൾ നടത്തുന്നത്, ദൈവത്തിന് ബലി കഴിക്കുന്നതും ദൈവത്തിന് പ്രീതികരവുമായ ഒരു കൃത്യമാണ്, കർമ്മമാണെന്ന് വിശ്വസിച്ചവരാണ് പഴയ നിയമത്തിലുള്ളവര്. അപ്പം ദൈവം കൂടെയിരുന്നു എന്നൊക്കെ, അതേക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. അതെങ്ങനെ സത്യദൈവമാവും, അതെങ്ങനെ ട്രൂ ദൈവമാവും, അതെങ്ങനെ ക്രിസ്ത്യാനികളുടെ ദൈവമാവും എന്ന് ഞാൻ വിശദീകരിച്ചു തരാം. അത് അനിൽക്കുടത്തോടെ പറഞ്ഞാലത്തെ അബദ്ധമല്ല. അവന് ബോധമില്ല, അവന് വിവരമില്ല, അവൻ അറിയത്തില്ല. കാരണം അവൻ ഈ അടുത്ത കാലത്ത് സ്റ്റൈഫൻഡ് മേടിച്ച് ഈ അടുത്ത കാലത്ത് ക്രൈസ്തവനായത്. അതുപോലെ അല്ല ഇത്. യഥാർത്ഥ ക്രിസ്ത്യവിശ്വാസം എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഉൾക്കൊള്ളുന്നത്, എന്തുകൊണ്ടാണ് പഴയ നിയമം
സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് ക്രിസ്ത്യൻ ചർച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളതിന്റെ കൃത്യമായ വിവരം പറഞ്ഞു തരാം. ഇതല്ലാതെ പല ദൈവങ്ങളല്ല. തലമറന്ന് എണ്ണ തേക്കരുത്. മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോൾ അവരുടെ മതഗ്രന്ഥത്തിൽ അങ്ങനെയുണ്ട്, നിന്റെ മതഗ്രന്ഥത്തിൽ അതിനേക്കാൾ വഷളായ കാര്യങ്ങളുണ്ട്, അതിനേക്കാൾ മോശം കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഈ പ്രസംഗങ്ങൾ പറയുന്നവരാണ് പെന്തക്കോസ്തുകാർ. മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രസംഗങ്ങൾ. പക്ഷെ സുറിയാനി സഭയെ നോക്കാം, അവരുടെ ഓരോ ഞായറാഴ്ചയിലും വിശുദ്ധ കുർബാനയ്ക്ക് അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയ്ക്ക് എവങ്കേലിയൻ വായിച്ചിട്ട്, അതായത് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷയുടെ വചനങ്ങളാണ്, ആ രക്ഷണ്യ വചനങ്ങളാണ്. അപ്പം ജീവൻ നൽകുന്നതായ, ജീവിപ്പിക്കുന്നതായ, ജീവന്റെ അറിയിപ്പായ, അങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ സുവിശേഷങ്ങളിൽ നിന്നാണ് ക്രിസ്ത്യൻ സഭയുടെ പ്രബോധനം. പക്ഷെ പെന്തക്കോസ്ത് ഗ്രൂപ്പുകൾ എവിടുന്നാ പ്രബോധിപ്പിക്കുന്നത്? ഈ പഴയ നിയമ പുറങ്ങളിൽ നിന്ന്. അല്ല പെന്തക്കോസ്തുകാരുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇപ്പം ഈ കൊറോണയൊക്കെ വന്ന പിന്നെ ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഫുൾ ടൈം ഇങ്ങനെയുള്ള പഴയ നിയമ ഹീറോസിനെ വെച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും കൈകൊട്ടുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അവർ അന്യഭാഷ പറയുന്നത്. ഈ അന്യഭാഷ പറയുമ്പോൾ ആര് എന്താ പറയുന്നതെന്ന് നിങ്ങൾക്കറിയോ? നാട്ടുകാരെ മുഴുവൻ പ്രാകുക, ശപിക്കുക. ഇല്ല, പാസ്റ്റർ എം എ വർഗീസിന്റെ പ്രസംഗം കേട്ടു നോക്ക്. അയാൾ പറയുമല്ലോ, അന്യഭാഷ പറയുമ്പോൾ അപ്പുറത്തെ അമ്പലംകാരെ ശാസിക്കുന്നതും ഇപ്പുറത്തെ ഹിന്ദുവിനെ ശാസിക്കുന്നതും മുസ്ലിമിനെ ബത്സിക്കുന്നതൊക്കെയാണ് അല്ലേ? മുസ്ലിങ്ങളെ വാങ്ക് വിളിക്കുമ്പോൾ നിനക്ക് വികാരം, നിനക്ക് എങ്ങനെയാ? അവൻ അറബി ഭാഷയിലല്ലേ പറയുന്നത്. ഇവിടെ ഒരു ശരാശരിക്കാരന്റെയും ഒരു സാധാരണക്കാരന്റെയും ഒരു വികാരവും വ്രണപ്പെടുന്നില്ല. ഇതൊക്കെ എക്സ്ക്ലൂസീവ് റിലീജിയന്റെ പ്രത്യേകതയാണ്. അപ്പൊ പെന്തക്കോസ്തുകാർ ഈ അന്യഭാഷയെ പറയുന്നത് എന്തൊക്കെയാണ് എന്ന് ആർക്കറിയാം? പെന്തക്കോസ്തുകാർ. അപ്പൊ ഏറ്റവും അപകടകാരിയായിരിക്കുന്ന, ഏറ്റവും വിഭാഗീയതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും മതമൗലികവാദം പിടിച്ചു വച്ചിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വക്താവായിട്ട് ഈ ചെകുത്താൻ വേദം ഓതുന്നത് പോലെ ഈ സെബാസ്റ്റ്യൻ മുന്നേക്കിൽ ഇരുന്നിട്ട് പറയാണ്, മുസ്ലിങ്ങൾ വാങ്ക് വിളിക്കുമ്പോൾ ഇവിടെ എന്തോ മതവികാരം വ്രണപ്പെടുന്നു. എത്ര വലിയ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അവർ വാങ്ക് വിളിക്കുന്നത് അവരുടെ ഭക്തരെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസികളെ, ആ ശബ്ദപരിധിക്കുള്ളവരെ ആരാധനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു.